എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ ഇവിടെ ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ഈ ഒരു VHSCയിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസർ നെയിമായിട്ട് കൊടുക്കുക. അതുപോലെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് അവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങളിപ്പോൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവില്ല എങ്കിൽ കൃത്യമായിട്ട് ഇവിടെ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വാലിഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നിങ്ങൾ നൽകുക. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേജ് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് വീണ്ടും ഒരു 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇവിടെ വന്ന് യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അത് കൃത്യമായിട്ട് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിൽ പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു സ്കൂളിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ VHSCയുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നൽകി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപേക്ഷയിൽ തെറ്റുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ പുതുക്കിയിട്ട്, അതായത് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തി വിദ്യാർത്ഥികൾ വീണ്ടും അപേക്ഷ ഓപ്ഷനുകൾ നൽകി അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് നിങ്ങൾ മുമ്പ് എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയത് അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക. ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് HSCയിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ, എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. ചിലപ്പോൾ HSCയിലും കിട്ടിയിട്ടുണ്ടാവും, VHSCയിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടായിരിക്കും അഡ്മിഷൻ നേടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീസ്, അതായത് ആ ഒരു കോഴ്സിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതിനായിട്ട് നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് ഫീസ് അടച്ച് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കുക, പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലേക്ക് പോവുക, അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണിക്കുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ വീണ്ടും പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണുന്ന വിദ്യാർത്ഥികൾ അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. പുതുതായിട്ട് ഓപ്ഷനുകളൊക്കെ ആ ഒരു സമയത്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിച്ച വിദ്യാർത്ഥികൾക്ക് അവിടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഈ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഫീസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ
നിങ്ങൾക്ക് നിങ്ങളുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അതിന് പകരം നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം. റേഷൻ കാർഡോ അതിൻ്റെ കോപ്പിയോ എടുത്താൽ മതി. റേഷൻ കാർഡിൻ്റെ കോപ്പി മതിയാകും. അപ്പോൾ ആ ഒരു കോപ്പി മാത്രമേ സ്കൂളിൽ വേണമെങ്കിൽ കൊടുക്കാവൂ, ഒറിജിനലൊന്നും കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുമാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഫീസുമാണ് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 4 മണിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇല്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.